മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ കോടികളുടെ അവയവ കച്ചവടം നടന്നെന്ന കേസിൽ കൊല്ലത്തും ഇഡി റെയ്ഡ്. കൊല്ലം അയത്തിൽ സ്വദേശി കേസിലെ പ്രതിയുമായ ശ്രീജയുടെ വീട്ടിലാണ് രാവിലെ 6 മണിയോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. കേന്ദ്ര പോലീസിന്റെ സുരക്ഷാ വലയത്തിൽ നടന്ന പരിശോധനയിൽ ഇഡി ഉദ്യോഗസ്ഥർക്കൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വീട്ടിൽ നിന്ന് രേഖകളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. വ്യാജരേഖകൾ ചമച്ച നിയമവിരുദ്ധമായ അവയവ കച്ചവടം നടത്തിയെന്ന കേസിൽ ശ്രീജയെയും മറ്റൊരു ഏജന്റായ പട്ടത്താന സ്വദേശി സുധീറിനെയും കഴിഞ്ഞ മാസം കിളികൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശ്രീജയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ എറണാകുളത്ത് നടന്ന അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തുവന്ന അവയവ കച്ചവട കേസിൽ ഇപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഇഡി പരിശോധിക്കുന്നത്. ഇരുവരും നിലവിൽ ജാമ്യത്തിലാണ്. പരിശോധനയ്ക്കിടെ ശ്രീജയെ ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്തു. അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ സുധീറിന്റെ വീട് അടഞ്ഞുകിടക്കുന്നതിനാൽ അവിടെ പരിശോധന നടത്താനായില്ല. കണ്ടിട്ടുണ്ട്, കാണും, എടുക്കും, ഇതെല്ലാം ചെയ്യും. വലിയ സഹകരണങ്ങള് ഞാനുമായിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഈ കൊച്ചിനെ സംബന്ധിച്ച് നല്ലൊരു കൊച്ചായിരുന്നു. ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. ഇത് ഇവിടെ പറഞ്ഞ് നമ്മൾ കേട്ടെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും ഇത് വിശ്വസിക്കാൻ വയ്യ. ഈ കൊച്ചിനെ സംബന്ധിച്ച് നല്ലൊരു കൊച്ചാ, ഇത്രേ അറിയത്തുള്ളൂ. അവയവ കച്ചവട ശൃംഖല വഴി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ. കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് പരിശോധനയെന്നാണ് സൂചന. നേരത്തെ കിളികൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് അവയവ കച്ചവടത്തിൽ 5 കേന്ദ്രങ്ങളിലാണ് ഇഡി പരിശോധന നടത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിലെ ആശുപത്രികളിലാണ് റെയ്ഡ് നടന്നത്. കൊച്ചിയിലെ പ്രധാന ആശുപത്രികളിലും റെയ്ഡ് തുടരുകയാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടാണ് നടക്കുന്നതെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ആശുപത്രികൾ അവയവദാനത്തിന് ഇടനിലനിൽക്കുന്ന ഏജന്റുമാർക്ക് കമ്മീഷൻ നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യകണ്ണി നജീബിനും കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട്. ആശുപത്രികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും ഇഡി പരിശോധന നടത്തുന്നുണ്ട്. ക്രോസ് മാച്ചിംഗ് പരിശോധനയ്ക്ക് ഓരോ തവണ സ്വീകർത്താവിനെയും ദാതാവിനെയും എത്തിക്കുന്ന സമയത്തും ഇടനിലക്കാരന് കമ്മീഷനുണ്ട്. സംസ്ഥാനത്താകെ 9 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. കഴിഞ്ഞ മാസം കാസർഗോഡ് സ്വദേശിയ നജീബിനെ ഗാസിയാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് അവയവക്കടത്ത് നടന്നത്. കലക്ടർസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ അവയവ കച്ചവടത്തിനായി വലിയ ശൃംഖല തന്നെ നജീബ് ഉണ്ടാക്കിയിട്ടുണ്ട്. പല ജില്ലകളിലായാണ് തട്ടിപ്പ് നടന്നത്. നിയമവിരുദ്ധമായ അവയവദാനത്തിന് സൗകര്യമൊരുക്കുന്നതിനായി വ്യാജരേഖകൾ ഉപയോഗിച്ച റാക്കറ്റുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു റെയ്ഡ്. കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം എന്നിവിടങ്ങളിലെ ഏതാനും സ്വകാര്യ ആശുപത്രികൾ, വസതികൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. സമീപകാലത്ത് നിയമവിരുദ്ധ അവയവദാനത്തിന് സൗകര്യമൊരുക്കുന്നതിൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ഒരു റാക്കറ്റിനെതിരെ വിവിധ ജില്ലകളിലായി പോലീസ് രജിസ്റ്റർ ചെയ്ത 1ലധികം എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് ഏജൻസി അന്വേഷണം ആരംഭിച്ചതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. അവയവദാതാക്കൾ, സ്വീകർത്താക്കൾ, ആശുപത്രികൾ എന്നിവയ്ക്കിടയിൽ പ്രതികൾ ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്നും അവയവദാനത്തിനായി വൻ തുകകൾ ഈടാക്കുന്നുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഇഡി അറിയിച്ചു. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രധാന പ്രതിയായ നജീബുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ആശുപത്രികളിലാണ് റെയ്ഡ് നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. അവയവദാന പ്രക്രിയ വളരെ സങ്കീർണമാണ്. പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഡോക്ടർമാർ, MLA-മാർ, MP-മാർ എന്നിവരുടെ സർട്ടിഫിക്കറ്റുകളും ക്ലിയറൻസുകളും ആവശ്യമാണ്. ഈ നടപടിക്രമങ്ങൾ മറികടക്കാൻ പ്രതികൾ വ്യാജരേഖകൾ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നുണ്ട്. നജീബിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ പണം ഒഴുകിയതായി ഇഡി കണ്ടെത്തിയിട്ടുമുണ്ട്. കൊച്ചിയിൽ റെയ്ഡ് നടന്ന ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നജീബിന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് വലിയ തുക കമ്മീഷനായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പിടിച്ചെടുക്കാനാണ് ഉദ്യോഗസ്ഥർ എത്തിയതെന്നും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി വളരെ ആസൂത്രിതമായാണ് ഈ മാഫിയ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കണ്ടെത്തി കുറഞ്ഞ തുക നൽകിയാണ് ഇവരുടെ അവയവങ്ങൾ സംഘം കൈക്കലാക്കിയിരുന്നത്. ഇതേ അവയവങ്ങൾ ആവശ്യക്കാരിൽ നിന്ന് കോടികൾ വാങ്ങി മറിച്ചു വിറ്റു. അവയവദാനത്തിനുള്ള നിയമപരമായ തടസ്സങ്ങൾ മറികടക്കാൻ വ്യാജ ലെറ്റർ ഹെഡുകളും സീലുകളും വരെ ഇവർ നിർമ്മിച്ചിരുന്നു. സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ അന്വേഷണങ്ങൾക്കും അറസ്റ്റുകൾക്കും പിന്നാലെയാണ് ഇപ്പോൾ ഇഡി കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.